വയനാട് CPM-ൽ പൊട്ടിത്തെറി. മുതിർന്ന CPM നേതാവ് AV ജയൻ പാർട്ടി വിട്ടു. ജില്ലാ സമ്മേളനം മുതൽ ഒരു വിഭാഗം തന്നെ വേട്ടയാടുന്നുവെന്ന് ജയൻ ആരോപിച്ചു. ശശീന്ദ്രൻ, റഫീഖ് പക്ഷത്തിനെതിരായ വിമർശനം വേട്ടയാടലിന് വഴിവെച്ചുവെന്നും ജയൻ പറയുന്നു. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, വയനാട് CPM-ലാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ പൊട്ടിത്തെറിയുണ്ടായിട്ടുള്ളത്. മുതിർന്ന CPM നേതാവ് AV ജയൻ പാർട്ടി വിടാൻ കാരണമായത് എന്താണ്? ദിവ്യ, കഴിഞ്ഞ കുറെ നാളുകളായി പൂതാടി പഞ്ചായത്തിൽ CPM-ൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ദിവ്യ ചോദിച്ചതുപോലെ തന്നെ ഈ AV ജയന് കഴിഞ്ഞ കുറെ നാളുകളായി പാർട്ടിയിൽ നിന്ന് കടുത്ത അവഗണന നേരിടുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി വിടുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത്. പൂതാടി പഞ്ചായത്തിൽ ഒരു നിർണായക ഘടകം കൂടിയാണ് AV ജയൻ എന്ന് പറയുന്നത്. AV ജയനെ മുൻനിർത്തിയായിരുന്നു പൂതാടി പഞ്ചായത്തിൽ CPM ഭരണം പിടിച്ചെടുത്തത് പോലും അത്തരത്തിൽ AV ജയനെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പിൽ നേരിട്ടുകൊണ്ടായിരുന്നു. മുൻപ് പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നപ്പോൾ തന്നെ ഈ AV ജയനെതിരെ കടുത്ത വിമർശനം പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പല സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ അദ്ദേഹത്തെ ആരോപിച്ചുകൊണ്ട് പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തി പൂതാടി ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്ന ഒരു ഘടകമുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പലതരത്തിൽ കഴിഞ്ഞ ജില്ലാ സമ്മേളനം കഴിഞ്ഞത് മുതൽ പലതരത്തിൽ തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് AV ജയൻ നടത്തുന്നത്. ശശീന്ദ്രൻ, റഫീഖ് പക്ഷത്തിനെതിരെ താൻ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് തനിക്കെതിരെ ഇത്തരത്തിൽ വലിയ ആരോപണങ്ങളും അല്ലെങ്കിൽ തന്നെ പാർട്ടി പൂർണ്ണമായും അവഗണിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള ഒരു ആരോപണമാണ് AV ജയൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. AV ജയൻ പൂതാടി ഗ്രാമപഞ്ചായത്തിലെ നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ്. അതിൽ പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൂതാടി പഞ്ചായത്തിൽ 23 സീറ്റിൽ 10 സീറ്റ് UDF-നും 10 സീറ്റ് LDF-നുമാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടി വിടുന്നതിന് പിന്നാലെ ഈ പൂതാടി പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം കൂടി രാജിവെക്കുകയാണെങ്കിൽ പൂതാടി പഞ്ചായത്ത് ഉൾപ്പെടെ ഭരണ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരം തീരുമാനങ്ങൾ ദയവായി തുടരുക. നമുക്ക് AV ജയന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നോട് ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദീർഘകാലമായിട്ട് ഈ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് നിന്ന ഒരാളാണ്. എൻ്റെ പ്രവർത്തന കാലഘട്ടത്തിനിടയിൽ ഒട്ടേറെ വ്യക്തിപരമായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു ത്യാഗമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. രക്തസാക്ഷികളുള്ളൊരു പ്രസ്ഥാനത്തിനകത്ത് ഏതെങ്കിലും ചെറിയ സംഗതി ഒരു ത്യാഗമൊന്നുമില്ല. പക്ഷേ കടുത്ത അവഗണനയുണ്ട്. അത് ഇനി ആ അവഗണന അനുഭവിച്ച് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഞാനതിൻ്റെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഞാൻ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറി നിന്ന് ജനങ്ങൾ എന്നെ ജയിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ച് ഒരു അരികു പറ്റി അങ്ങ് പോകും. ഞാൻ ആരെയും വെല്ലുവിളിക്കാനൊന്നുമില്ല. CPM പോലൊരു പാർട്ടി സമൂഹത്തിൽ അനിവാര്യമാണ്. ഈ വർഗീയതയൊക്കെ ഇങ്ങനെ ശക്തപ്പെടുന്ന ഘട്ടത്തിൽ ആ പാർട്ടീനെ ദുർബലപ്പെടുത്തുന്ന ഒരു പണി എൻ്റെ ഭാഗത്തുണ്ടാവില്ല. ഞാൻ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ച് ഒരു അരികു പറ്റി പോകും. നമ്മളെ അവഗണിക്കുന്നിടത്ത് നമ്മൾ പോയി ഒരു സാന്നിധ്യമായി നിന്നിട്ട് പിടിച്ചു കയറാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ നമ്മൾ ശക്തമായിട്ട് തുടരും. 2-3 വ്യക്തികളുടെ വ്യക്തിപരമായ വൈരാഗ്യമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിന്നു കൊടുക്കാൻ നമുക്ക് തയ്യാറില്ല. അവരോട് തിരിച്ച് വെല്ലുവിളിച്ച് ആക്രമിച്ച് സംഘടിപ്പിച്ച് പിടിച്ചെടുക്കാനെന്നുള്ള ഒരു നിലപാട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ അരികു പറ്റി നമ്മൾ പോകാൻ ഉദ്ദേശിക്കും.